നമ്മുടെ വായിൽ ഏറ്റവും കൂടുതൽ അണുക്കളരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ബാക്കിയുള്ള ശരീരഭാഗം സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ പല്ലുകൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാവും വൃത്തിയായി സൂക്ഷിക്കുന്നത് കേടുവരുന്നതും വായ്നാറ്റം വരുന്നതും മറ്റ് അസുഖങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും സഹായിക്കും. ഇനി എങ്ങനെയാണ് നിങ്ങൾ നാവ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക? നമ്മൾ പണ്ട് കാലത്ത് നാവിൽ ഈർക്കിലി വെച്ചും മരത്തിന്റെ തണ്ടൊക്കെ വെച്ചിട്ട് മടിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഷാർപ്പായിട്ടുള്ള അരം കൊണ്ടിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സും നാവും ഒക്കെ മുറിയാനും അത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെറ്റൽ ടങ് ക്ലീനർ ഉപയോഗിക്കുന്നത് നമ്മുടെ നാക്കിന് ഒരുപാട് ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നാക്ക് പഠിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ടങ് ക്ലീനറുകളോ അല്ലെങ്കിൽ ചില ബ്രഷുകൾക്കൊക്കെ അതിന്റെ പുറഭാഗത്ത് ചെറിയ ഒരു രീതിയിലുള്ള ടങ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ബ്രഷുകളോ ഉപയോഗിച്ച് മൃദുവായിട്ട് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് വേണം നമ്മൾ നാക്ക് വൃത്തിയാക്കാനായിട്ട്. അതുവഴി നമുക്ക് നാക്കിന്റെ ആരോഗ്യവും വായനാറ്റവും പല്ലിന് കേട് വരാനുള്ള ചാൻസും മറ്റ് അസുഖങ്ങളും ഉള്ള ചാൻസും നമുക്ക് ഒഴിവാക്കാം.